ബദരീങ്ങളെ പൊരുത്തം ലഭിക്കണം, മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ പൊരുത്തം ലഭിക്കണം, റിഫായി ശൈഖിന്റെ പൊരുത്തം ലഭിക്കണം, അതേ മമ്പർത്ത തങ്ങളെ പൊരുത്തം ലഭിക്കണം, കഴിഞ്ഞുപോയ എല്ലാ മഹാന്മാരെ പൊരുത്തവും ലഭിക്കണം, CM വലിയുള്ളാന്റെ പൊരുത്തം ലഭിക്കണം, ഖുത്ബി തങ്ങളെ പൊരുത്തം ലഭിക്കണം. ഖുത്ബി തങ്ങളുടെ ആണ്ട് നടക്കുന്ന സമയമാണ്, അതുപോലെ CM വലിയുള്ളാന്റെ ആണ്ട് നടക്കുന്ന സമയമാണ്. എന്തിനാണ് ഫാത്തിഹ ഓതുന്നത്, എന്തിനാണ് യാസീൻ ഓതുന്നത്, എന്തിനാണ് ഭക്ഷണം കൊടുക്കുന്നത്, എന്തിനാണ് ജനങ്ങൾ ഒഴുകിയെത്തുന്നത്? അവരെ പൊരുത്തം കിട്ടണം. ആ പൊരുത്തത്തിലൂടെ റബ്ബിന്റെ പൊരുത്തം ലഭിക്കണം. അതല്ലേ സുഹൃത്തുക്കളെ, റബ്ബിന്റെ പൊരുത്തം ലഭിക്കാൻ പൊരുത്തം കിട്ടേണ്ടവരെ പൊരുത്തമൊക്കെ കിട്ടണം. ബാപ്പ ഉമ്മാന്റെ പൊരുത്തമില്ലാതെ അള്ളാന്റെ പൊരുത്തം കിട്ടൂല, ഉസ്താദുമാരെ പൊരുത്തമില്ലാതെ റബ്ബിന്റെ പൊരുത്തം കിട്ടൂല. സാലിഹീങ്ങളായ ഹക്കിന്റെ മേൽ ഉറച്ചു നിൽക്കുന്ന ഉസ്താദുമാരാണോ, അവരെ പൊരുത്തമില്ലാതെ അള്ളാന്റെ പൊരുത്തം കിട്ടൂല. ഔലിയാക്കളെ പൊരുത്തമില്ലാതെ മുഅ്മിനീങ്ങൾക്ക് രക്ഷ കിട്ടൂല. അപ്പൊ സാലിഹീങ്ങളെ സ്നേഹിക്കുന്നത്, അവരുമായി ബന്ധപ്പെടുന്നത് നമുക്ക് പേരെടുക്കാനല്ല, ഞാൻ CM വലിയുള്ളാന്റെ സ്വന്തം ആളാണെന്ന് പറയാനല്ല, ഞാൻ CM വലിയുള്ളയുമായി വലിയ ബന്ധമാണ് എന്ന് പറയാനല്ല, അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി, അവരെ പൊരുത്തം കിട്ടാൻ വേണ്ടി അവരെ മദ്ഹ് പറയുക, അവരെ മഹത്വം പറയുക. അത് പറയുമ്പോൾ തന്നെ സൂക്ഷ്മതയോടെ പറയുക, സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി മഹാന്മാരെ പൊരുത്തം ലഭിക്കൽ ആവശ്യമാണ്. ആ പൊരുത്തം ലഭിച്ച മഹാന്മാർ, അവരെ സ്വഭാവമാണ് ഖുർആൻ പറയുന്നത്. അതേ അല്ലാഹു ബസീറും ബിൽ ഇബാദ്, അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരെ കുറിച്ച് നന്നായി അറിയുന്നവനാണ്. അവരെ സ്വഭാവം എന്താണ്? അല്ലദീന യഖൂലൂന റബ്ബന, അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. റബ്ബന റബ്ബന എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുമ്പോൾ മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ പലപ്പോഴും ശിഷ്യന്മാരായ ഞങ്ങളോട് പറയാറുണ്ട്, അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന വിളിച്ചാണ് ദുആ ചെയ്യേണ്ടത്. റബ്ബേ, റഹ്മാനെ, റഹീമേ, അല്ലാഹ് ഇങ്ങനെയൊക്കെ വിളിച്ചാണ് ദുആ ചെയ്യേണ്ടത്. തമ്പുരാനെ അങ്ങനെ പറയണ്ടെന്ന് ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്. കാരണം അത് അസ്മാഉൽ ഹുസ്നയിൽ ഉള്ളതല്ലല്ലോ. അപ്പൊ അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയുണ്ടല്ലോ, ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അതുകൊണ്ട് ഒരാൾ തമ്പുരാനെ എന്ന് പറഞ്ഞു പോയാൽ അയാൾ വലിയ കുറ്റക്കാരനാണെന്ന് വിധിക്കണ്ട, അത് ഹറാമാണെന്ന് പറയണ്ട. അതേ സമയത്ത് അല്ലാഹുവിന്റെ പേരുകളുണ്ടല്ലോ, അസ്മാഉൽ ഹുസ്ന, ആ അസ്മാഉൽ ഹുസ്ന വിളിച്ചുള്ള ദുആയാണ് ഏറ്റവും നല്ല ദുആ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ. അതിനർത്ഥം എന്താണ്? ഞങ്ങളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബേ. ഇന്നനാ ആമന്ന, ഞങ്ങൾക്ക് നിന്റെ മുമ്പിൽ പറയാനുണ്ടൊരു കാര്യം. അതെന്താണ്? ഇന്നനാ ആമന്ന, ഞങ്ങൾ മുഅ്മിനീകളാണ്, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നവരാണ്, നിന്റെ ഹബീബായ നബിതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, ആ ഹബീബായ നബികൾ കൊണ്ടുവന്ന മുഴുവൻ വിഷയവും വിശ്വസിക്കുന്നവരാണ്. ഇന്നനാ ആമന്ന, ഞങ്ങൾ നിശ്ചയം വിശ്വസിച്ചവരാണ്. ആ ഈമാൻ മുൻനിർത്തിയാണ് നിന്നോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളൊരു നല്ലവരാണെന്ന് അവകാശവാദമുള്ളവരല്ല, ഞങ്ങളെ തെറ്റുകുറ്റങ്ങളൊക്കെ നീ മാപ്പാക്കണേ. വഖിനാ അദാബന്നാർ, നീ നരകം പടച്ചു വെച്ചിട്ടുണ്ട്, സ്വർഗവും പടച്ചു വെച്ചിട്ടുണ്ട്, നരകത്തിൽ കുറെ ആളുകളെയും പടച്ചു വെച്ചിട്ടുണ്ട്. ആ നരകത്തിൽ ഒരു സെക്കൻഡും കഴിയാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കൂല, അതുകൊണ്ട് നരകശിക്ഷ ഞങ്ങൾക്ക് കാക്കണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവർ, അവരാണ് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ. അവരുടെ ജീവിത ശൈലി എന്താണ്? അസ്സാബിരീന, ക്ഷമിക്കുന്നവരാണ്. എത്രയാണ് ക്ഷമിച്ചത് CM വലിയുള്ളാഹി, എത്രയാണ് മുഹീദ്ദീൻ ശൈഖ് നിങ്ങളെ ക്ഷമിച്ചത്? ഊടും ഉറക്കും ഒന്നുമേ കൂടാതെ 3 കാലം പൊറുത്ത് നടന്നവർ. എത്രയാണ് അവർ ക്ഷമിച്ചത്? മുസീബത്ത് വന്നാൽ അവർക്കൊരു വേവലാതിയുമില്ല, അത് അല്ലാഹു എനിക്ക് ഖൈറ് തരാനുള്ളതാണെന്ന് മനസ്സിലാക്കി. വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, അല്ലാഹുവിന്റെ വജ്ഹിനെ കരുതി ക്ഷമിക്കുകയാണ്. ഒരു കംപ്ലൈന്റും പടച്ചവനെ കുറിച്ച് അവരൊന്നും തന്നില്ലെങ്കിലുമില്ല, തന്നാലുമില്ല. എന്ത് മുസീബത്ത് തന്നാലും ഏത് നിഅമത്ത് തന്നാലും എന്റെ റബ്ബ് തന്നതല്ലേ എന്ന നിലക്ക് സംതൃപ്തിയാണ്. വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം,
അങ്ങനെ റബ്ബിന്റെ പൊരുത്തം കരുതി ക്ഷമിക്കുന്നവർ, അവർക്ക് ഫർളുകൾ കൃത്യമായി എടുക്കുന്നതിന് യാതൊരു മടിയുമില്ല, അതിലവർ ക്ഷമിച്ചു നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സുന്നത്തെടുക്കുന്നതിന് യാതൊരു അലസതയുമില്ല, അവർ ക്ഷമിച്ചു നിൽക്കുകയാണ്. ഓ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയായ മകൻ ജനിക്കാൻ പോകുന്നുവെന്ന് ഹറം ശരീഫിൽ നിന്ന്, മക്കയിൽ നിന്ന് ബാപ്പ സ്വപ്നം കണ്ടില്ലേ? ആ മകൻ ജനിച്ചപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, പേര് വിളിച്ചതൊക്കെ പറഞ്ഞില്ലേ? ആ മഹാനായ ശൈഖ് മുഹമ്മദ് അബൂബക്കറിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മുതഅല്ലിമായ സമയത്ത് എത്രയാണ് ക്ഷമിച്ചത്. തലയണിയില്ല, പായയില്ല, വിരിപ്പില്ല, എന്നിട്ടും അവിടുന്ന് അധ്വാനിച്ച് പഠിച്ചില്ലേ? മുതഅല്ലിമീങ്ങളെ, നമ്മൾ സാലിഹീകളെ സ്നേഹിക്കുമ്പോ അവരെ വഴിയാണ് പിന്തുടരേണ്ടത്. അധ്വാനിച്ച് പഠിക്കണം, അധ്വാനിച്ച് ഇൽമ നേടണം, സുഖിക്കണമെന്ന ചിന്തയല്ല ഉണ്ടാകേണ്ടത്. നല്ല ക്ഷമയോടെ പഠിക്കണം, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം, അതിനും നല്ല ക്ഷമ വേണം. ഹറാം നോക്കിപ്പോകരുത്. കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാകും, അത് തുറന്നാൽ നല്ല പലതും അതിൽ കാണാൻ കഴിഞ്ഞേക്കും, പാടില്ലാത്തതും കാണാൻ കഴിഞ്ഞേക്കും. പാടില്ലാത്തതൊന്നും റബ്ബ് തന്ന കണ്ണുകൊണ്ട് ഞാൻ നോക്കൂല എന്ന് ഉറപ്പിച്ചേക്കണം. റബ്ബ് തന്ന കണ്ണാണ്, റബ്ബ് തന്ന കാതാണ്, റബ്ബ് തന്ന നാവാണ്, റബ്ബ് തന്നതാണ് എന്റെ മനസ്സ്, എല്ലാം റബ്ബിന്റേതാണ്. അവൻ ഇഷ്ടപ്പെടാത്തതിൽ ഞാനൊന്നും ചെലവഴിക്കൂല. അതിന് നല്ല ക്ഷമ വേണം. അസ്സാബിരീൻ വസ്സാദിഖീൻ.